ഇതിനെയൊക്കെ കൊണ്ടാണ് ഞാൻ ചിക്കൻ തിന്നാൻ പോണത്. തിന്നരുത്. സബ്സ്ക്രൈബേഴ്സ് ഇത് കുട്ടികളെ കാണിക്കരുത്. ഇതിന് മാത്രം സൺസും മോഹൻലാൽ ഉണ്ടോന്ന് എനിക്കറിയില്ല. നമ്മൾ ഇനി എന്തുവരുന്ന് പറയുന്ന ഞാൻ മറന്നു. നമ്മൾ അടിയാണ് ഗൈസ്. ഇത് കുഴപ്പമില്ലല്ലോ. പിന്നെ കാണാൻ പറ്റും. എന്തായിരുന്നു സ്മൂത്തായിരുന്നത്? വിൻസിയുടെ എല്ലായിരുന്നു. വിൻസി പേരൊക്കെ എന്തായി? പേരൊക്കെ കഴിച്ചോണ്ടിരിക്കുന്ന കഴിക്കും. അങ്ങനെ ഞങ്ങൾ നേരെ പൂനെന്ന് അവിടെ നിന്ന് കഴിച്ചിട്ട് നേരെ ലോണാവിലെ വന്നു. ഞങ്ങളുടെ ഫസ്റ്റ് പോയിന്റ് പറയൂ ഫാഹേ. കേവ്സ് കണ്ടോ? ഇത് അമ്പലത്തിലോട്ടുള്ള വഴി, ഇത് കേവിലോട്ടുള്ള വഴി. ബുദ്ധിസ്റ്റ് കേവ്സ് ആണ് കണ്ടത്. കിട്ടില്ല. നല്ല കിട്ടിയില്ല. ഇതാണ് എനിക്കിഷ്ടമല്ലാത്ത ഓരോ അപരാധങ്ങൾ. രാജേഷ് സബ്സ്ക്രൈബേഴ്സ് എല്ലാം ബിൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഉടനെ തന്നെ ബിൻസിക്ക് ഇതുപോലെ എഴുതാൻ യോഗം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹായ് കൊടുക്കും. പറഞ്ഞോണ്ട് അവർക്ക് മനസ്സിലാവും. അമ്പര ചുണ്ടികളെ ഫ്രണ്ടിലൊരു പുണ്ട കാറും കൊണ്ട് പോകുന്നുണ്ട്. നമ്മളെ കൂടെ സ്ലോ ചെയ്യാൻ അവൻ ഏതാ പോകുന്നില്ല, നമ്മളെയും പോവാൻ സമ്മതിക്കുന്നില്ല. ഇതാണ് ഗൈസ് ലോഗഡ് ഫോർട്ട്. നമ്മൾ കേറാൻ പോവാണ്. ഇല്ല കേറാൻ പോവല്ല, പോയിക്കൊണ്ടിരിക്കുകയാണ്. ലേറ്റായി പോയി ഇറങ്ങിയപ്പോ. ഞാൻ കറക്റ്റ് സമയത്ത് തന്നെ ഇറങ്ങി. ബിൻസിയുടെ ഓരോരോ കുട്ടിക്കളികൾ കാരണം 4:20 ഇറങ്ങി. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് 4:50. ലോഗഡ് ഫോർട്ടിൽ നിന്ന് പോവാണ് ഗൈസ്. ആ ഒരു സാധനം കണ്ടോ? അതാ മറ്റേത് മറ്റേ നമ്മളല്ലാതെ പോണുള്ളല്ലോ. ഇവിടുന്ന് ഞങ്ങൾ ചായ കുടിച്ചിട്ട് ഞങ്ങളുടെ എന്തുവാ ഓരോരുത്തർ 2 എണ്ണം വീതം കുടിച്ച് അല്ലേ. എന്നിട്ട് നമ്മൾ തുടങ്ങിയാണ് നമ്മുടെ ഫുഡ് വ്ളോഗ്. ലോണാവ്ല സത്യം ഫുഡ് വ്ളോഗിൽ അവസാനിച്ചു. ഗൈസ് അത് കണ്ടോ? അതാണ് ഭാജ കേവ്സിൽ പോകാനുള്ള വഴിയാ. സ്റ്റെപ്പ് കാണിക്കുന്നുണ്ട്. അതാണ് ഭാജ കേവ്സിൽ പോകാനുള്ള വഴി. ഇതാണ് നമ്മൾ കുടിച്ച ചായ. നൈസ് ചായ ആയിരുന്നു. ചായക്കട ഗ്രാമ്പൂട്ട് കട്ടൻ ചായ വെറൈറ്റി കട്ടൻ ചായ ആയിരുന്നു. ഗ്രാമ്പൂ ഒക്കെ ഇട്ട് ഒരു പ്രത്യേക കിക്ക് കൊള്ളായിരുന്നു. ഇതാണ് ഇവിടുത്തെ മാപ്രോ. ഭയങ്കര ഫേമസ് എന്തോ സംഭവമാണ്. ലോണാവ്ലയിൽ വന്നാൽ ട്രൈ ചെയ്യേണ്ട വൺ ഓഫ് ദ ഫേമസ് സാധനമാണ് മാപ്രോ ഗാർഡനിലെ സ്ട്രോബെറി ക്രീം. കുഴപ്പമില്ല ഗൈസ്, നമ്മൾ മിക്സ് ചെയ്ത് കംപ്ലീറ്റ് മിക്സ് ചെയ്ത്. അപ്പം ഇനി പറ ഇന്ത്യത്തെ നിനക്ക് ഇഷ്ടപ്പെട്ടാ? ഇപ്പം കുഴപ്പമില്ല, സഹിക്കാം, വലിയ കുഴപ്പമില്ല. ഞാൻ നോക്കട്ടെ. ബെറ്റർ എങ്കിലും കുഴപ്പമില്ല. നമ്മുടെ തനി സ്വഭാവം കാണിച്ച് കുത്തി പറഞ്ഞാൽ ഉറപ്പായിട്ടും. എനിക്ക് സ്ട്രോബെറി ഇഷ്ടപ്പെട്ടു. സ്ട്രോബെറിയുടെ ക്വാളിറ്റി വരുമ്പോൾ മാത്രം
ഐസ്ക്രീം പാസ് ചെയ്യുന്ന പിസ്സയും. അങ്ങനല്ല, എന്നാലും ഇതിന്റെ പകുതി കഴിച്ചത്. ഇതിൽ അരിഷ്ടമുണ്ട്. നമ്മൾ വൺ പ്ലാൻഡ് ആണ്. തിന്ന് മറിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് അരിഷ്ടം കൊണ്ടാണ് വന്നത്. അരിഷ്ടം, സ്റ്റൊമക്ക് ഇഷ്യൂസിനുള്ള മെഡിസിൻ. ഇത് ബാക്ക് ഇതിന്റെ സ്വീറ്റ്നെസ് കുറയ്ക്കാൻ നെക്സ്റ്റ് പ്ലാൻ എന്താ? ഗോൾഡൻ വടാപാവ്. ഓക്കെ ഗൈസ്, ഇനി ഗോൾഡൻ വടാവിൽ പോയിട്ട് അവിടെ നിന്ന് സംഭവിക്കുന്നത് ഈ കണ്ടറിയാം. മധുരം ഒന്ന് മാറ്റാൻ വേണ്ടി ഒരു എരിവുള്ള സാധനം കഴിക്കുന്നത് അടുത്ത സ്ഥലത്ത്. അത് കഴിഞ്ഞ് പിന്നെ മധുരം. പറഞ്ഞ വാങ്ങിച്ചത് എന്താ വാങ്ങിച്ചത്? ഞങ്ങൾ എന്തോ ഒരു വടാപ്പാവും ഒരു സമോസയും വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര ഫേമസ് ആണ്, അതുകൊണ്ട് ഞങ്ങൾ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. പ്ലെയിനായിട്ട് ആദ്യം കഴിക്കുവാണ്. ഞാൻ സൈഡ് പിടിക്കാം. പൊതുവേ എൻ്റെ ടൈപ്പ് അല്ല ഈ വടാപ്പാവ്, പക്ഷെ ട്രൈ ചെയ്യാം. ജസ്റ്റ് ട്രൈയിങ്. എനിക്ക് മുന്നോട്ടൊന്നും ഇല്ല. ഗോൾഡൻ വടാപ്പാവ്. സത്യം പറഞ്ഞോ, എനിക്ക് കമ്പയർ ചെയ്യാൻ വേറെ വടാപ്പാവ് ഞാൻ കേട്ടിട്ടുണ്ട്, ലൈക്ക് മുംബൈക്കാർക്ക് ഇത് ഈ വടാപ്പാവ് കമ്പയർ ചെയ്യാൻ വേറെ ബേസില്ല. അപ്പം ഓക്കെ, മീൻസ് എനിക്കൊരു പുതിയ ഫുഡ് കഴിക്കുന്ന പോലെ. എന്റെ കപ്പ് ഓഫ് ടീ അല്ല വടാപ്പാവ്. എനിക്കറിഞ്ഞൂടാ ഗൈസ്, നിങ്ങൾ ഒന്ന് തിന്ന് നോക്കിയിട്ടൊക്കെ പറയുന്നു നീ. കുഴപ്പമില്ല, അത്ര ഉള്ളൂ, വലിയ സുഖമില്ല. പോവാണോ ഗൈസ്? തീർത്തോ. ഇനി ഇത് മധുരം വന്ന് മത്ത പിടിക്കുമ്പോ നെക്സ്റ്റ് മധുരം. നെക്സ്റ്റ് ടോപ്പിക് തിന്നരുത്. ഇനി നമ്മൾ അടുത്തത് പോകുന്നത് ഞങ്ങൾ എന്തോടെ കോൾഡ് കോഫി ഐസ്ക്രീമാ, അത് ട്രൈ ചെയ്യാൻ. പിന്നെ അത് കഴിഞ്ഞ് കൂപ്പേഴ്സ് ഫഡ്ജ് ഭയങ്കര ഫേമസ് ആണ്. അവിടുത്തെ ചോക്ലേറ്റ് വാൾനട്ട് ഫഡ്ജ്, പിന്നെ ചോക്കോ ആൽമണ്ട് ഫഡ്ജ് ഭയങ്കര ഫേമസ് ആയതുകൊണ്ട് ട്രൈ ചെയ്യാൻ പോകുന്നു. പിന്നെ അത് കഴിഞ്ഞ് മകൻലാൽ ചിക്കിന്ന് ഒറിജിനൽ സ്റ്റോർ, അവിടെ നിന്ന് ചിക്കി വാങ്ങണം, അത് ഫേമസാ. അതോടെ ഇന്നത്തെ കടമ്പ കഴിഞ്ഞ്. പറഞ്ഞ എന്താ പ്ലാൻ? കോൾഡ് കോഫി വിത്ത് ഐസ്ക്രീം ഒരു പ്ലേസിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാം പെട്ടെന്നാവുന്നതുകൊണ്ട് കുഴപ്പമില്ല ഗൈസ്, എല്ലാം പെട്ടെന്ന് എടുത്ത് കിട്ടും. വടാപ്പാവൊക്കെ ഇൻസ്റ്റന്റ്. വടാപ്പാവ് എന്ന് പറഞ്ഞു അപ്പൊ തന്നെ കിട്ടി. വാവ്, കോൾഡ് കോഫി എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ കിട്ടി. പക്ഷേ വടാപ്പാവിലെ വട കണ്ടിട്ട് ഇതാണോ സമൂസ ബജ്ജി എന്ന് ചോദിച്ചതാണ്. അയ്യോ, ഞാൻ വളരെ ദയനീയമായിരുന്നു. സോ നമ്മുടെ നെക്സ്റ്റ് ക്ലാസ് കാടി പോവുക, കോൾഡ് കോഫി ട്രൈ ചെയ്യുക. ഓക്കെ ഗൈസ്, हम ट्राई करते हैं ये. വടാപ്പാവിന്റെ ഏരി ഇപ്പോഴും വയലുണ്ട്. ആദ്യം നമ്മൾ ഇതല്ലേ ഞാൻ ഒന്നും എടാ ഇത് തന്നെയല്ലേ പ്രോസസ് പ്രൊസീജിയർ. പുറത്തിട് എന്നിട്ട് തുറന്നിട്ടേ സ്പൂൺ വെച്ചിളക്കി പാഴ്സൽ കിട്ടുന്ന പരിപാടി കൊള്ളാം. എടുക്കാണ. അയ്യേ, അതൊക്കെ അങ്ങ് പോയി. കോഫി വിത്ത് ഐസ്ക്രീം വാങ്ങിച്ചിട്ട് കട്ടി സാധനം ഐസ്ക്രീം വരുന്നില്ല. എങ്ങനെയുണ്ട്? ജസ്റ്റ് ഐസ്ക്രീം ആണോ മിക്സ് ചെയ്ത് നോക്ക്. നല്ല യമ്മിയാണോ? എനിക്ക് ഇഷ്ടപ്പെട്ടെ. അല്ലെങ്കിൽ മധുരം ഇഷ്ടപ്പെടാൻ ചാൻസുകൾ കൂടുതലാണ്. ഇതിപ്പോ നമ്മൾ ഐസ്ക്രീം മാത്രമേ ടേസ്റ്റ് ചെയ്യുന്നേ. ഇത് നമ്മൾ റൗണ്ട് പോയിട്ട് നല്ല മിക്സ് ചെയ്തൊന്ന് കുടിച്ചു നോക്കാം. ഇത് പോകത്താണോ? എത്രയാ? 150.
ആണ്. നല്ല സ്ട്രോങ് കോഫി ഫ്ലേവർ വരുന്നുണ്ട്. അതെ, നല്ല രസമുണ്ട്. ഇനി ഇന്ദ്രജിത്ത് തീർച്ചിരിക്കുകയാണ് ഫ്രണ്ട്സ്. നല്ലോണം. അത് ഭയങ്കര ഫാസ്റ്റ് ആയി പോയി. ഇത് കൊള്ളാം. കുടിച്ചതിൽ ഇത് തന്നെയാണ്. സ്ട്രോ ഇവിടെ അധികം മധുരം കൂടുതലല്ല. അല്ലല്ല, കോഫിയിൽ ഒട്ടും മധുരമില്ല. കറക്റ്റ് ആ ഒരു ഐസ്ക്രീം ഉണ്ട്. നല്ല ഇഷ്ടപ്പെട്ട്. കുടിച്ചോ. ഇവിടെ അടിയാണ് ഗൈസ്. പക്ഷെ സ്ട്രോയ് സ്പൂൺ പിടിച്ച് കൊടുക്കുന്നില്ല. എന്നിട്ട് ഇവിടെ അടിയാണ്. അപ്പുറത്തെ ഒരാൾ കഴിക്കുമ്പം ഇപ്പുറത്ത് കഴിക്കേണ്ട സ്ട്രോയും സ്പൂണും എല്ലാം വെച്ച് റെഡി ആയിട്ടിരിക്കുകയാണ് നെക്സ്റ്റ് വരുമ്പോൾ എടുക്കാൻ വേണ്ടി. ഞാനൊന്ന് മിക്സ് ചെയ്യാണ്. ഇത് നൈസ്. ആ പ്രത്യേകിച്ച് ആ വടാപ്പാവും കൂടെ കഴിച്ചിട്ട് ആ ഏരിയയില് കഴിക്കുമ്പം കൊള്ളാം. ഇങ്ങനെ പെട്ടെന്ന് കിട്ടി. ഞാൻ കോൾഡ് കോഫി എന്ന് പറഞ്ഞ അപ്പൊ തന്നെ കിട്ടി. ബേസിക് കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ 3 പേർക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻ ആണ് ഗൈസ്. നമ്മളിവിടെ ഐസ് മാത്രമാണ് കുടിക്കുന്നത്. നമ്മളതിന് കഴിക്കുന്നുണ്ട്. കോഫിയും ഐസ്ക്രീമും കൊടുത്ത് തിന്നുമ്പം വാവായിട്ടുണ്ടോ? കൈ നീട്ടിയ പോലെ തരില്ല. അത്ര താല്പര്യമില്ലാതെ ബിൻസി ഗ്ലാസ് കൊടുത്തേക്കുകയാണ്. നല്ല പാക്കിങ്ങും. ഇന്ദ്രജിത്ത് അപ്രൂവ്ഡ്. നമ്മള് 3 പേര് അപ്രൂവ്ഡ് ഗൈസ്. 3 പേര് അപ്രൂവ് ചെയ്യുന്ന സാധനം വളരെ റെയർ ആണ് ഗൈസ്. പായ്ക്ക് കോഫി ഐസ്ക്രീം വെറുതെ വാഗ്ദാനമായിട്ട് കൊടുക്കുന്ന പോലുമില്ല. നമ്മുടെ നെക്സ്റ്റ് സ്റ്റോപ്പാണ് കൂപ്പേഴ്സ് ഫഡ്ജ് ആൻഡ് ചിക്കീസ്. ഇവിടെ നമ്മൾ ചോക്ലേറ്റ് വാലറ്റും ചോക്ലേറ്റ് ആൽമണ്ടും ആണ് ഫേമസ്. ഏതൊരു ചോക്കോ വാലറ്റും ഫേമസ് ആണ്. കോഫി ചോക്ലേറ്റ് ആൽമണ്ട് ഉണ്ട്. കോഫി ആൽമണ്ട്. കോഫി ആൽമണ്ട് അത് തന്നെ. ഡോൺ ഗൈസ് ഡോൺ. അടുത്ത സ്വീറ്റ്. യാ. നാളെ പുള്ളിക്ക് മിസല് അതേപോലെ മറാത്തി ടൈപ്പ്. ഇന്ദ്രജിത്ത് ഇത്ര എല്ലാം പെട്ടെന്നാണ് ഇന്ദ്രജിത്ത് വിചാരിക്കുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ പാർക്കിംഗ് ഉള്ള ഒരു സ്ഥലത്തെത്തി. ഇതുവരെ നമ്മൾ റോഡിൽ നിർത്തി നമ്മൾ ഇറങ്ങി വാങ്ങിക്കുകയായിരുന്നു. ഒറിജിനൽ മകൻലാൽ ആൻഡ് സൺസ് ലീഗസി സ്റ്റോർ. മുക്കിന് കാണുന്ന മകൻലാൽ ചിക്കിയിൽ കയറി വാങ്ങണോ വാങ്ങണ്ടേ നമുക്ക് നോക്കാം. ഇതിന് മാത്രം സൺസ് മോഹൻലാൽ ഉണ്ടോന്ന് എനിക്കറിയില്ല. സൂപ്പർ സ്റ്റാർ ബിൻസി സെക്യൂരിറ്റി വന്നിറങ്ങും. അയ്യോ സോറി. ഇവിടെ മറ്റേ ഈ നമ്മുടെ എന്താ പ്ലാൻ? റോസ് കാജു ഭയങ്കര ഫേമസ് ആണ്. ഈ റോസ് കാജു എനിക്ക് അറിഞ്ഞൂടാ. ഇന്ദ്രജിത്ത് അസോർട്ടഡ് വാങ്ങാനാണ് നിൽക്കുന്നത്. एक्सक्यूज मी, बकरवाड़ी यहाँ मिलेगा? किधर बकरवाड़ी? कितना? देखना है पहले. ബക്കർവാടി എന്ന് പറയുന്നത് സാമാനം തപ്പി നടക്കുകയാണ് ബിൻസി. എങ്ങനെയുണ്ട് ബിൻസി ബക്കർവാടി? കുഴപ്പമില്ല. എന്താ പറയുന്നത്, കുറച്ചുകൂടെ ഒരു പുളിപ്പും കൂടെ വേണമായിരുന്നു. ഞാൻ ഇതിനു മുന്നേ കഴിച്ചത് അങ്ങനത്തെ ആയിരുന്നു. കുഴപ്പമില്ല, ബട്ട് സ്റ്റിൽ ഓക്കെ. ഗൈസ്, ഇവിടെ ഐ ലവ് ലോണവല. ഓക്കെ ഗൈസ്, നമ്മൾ ട്രൈ ചെയ്യാൻ പോവുകയാണ്. ആദ്യം കോഫി ആൽമണ്ട്. ഓക്കെ, ഇവിടെ തലുവയാണ്. നീ തിന്നിട്ടോ. എന്ത് എന്താണ് കൺസിസ്റ്റൻസി? ആണ് ഫഡ്ജ്. ഓ, ഇത്രയൊക്കെ മതി. അവര് ചായല് അവിലല്ലേ മറ്റേ ചീനി മാവ് ചായല് ഇളക്കി തിന്നുമ്പോഴുള്ള ഏതാണ് അങ്ങനത്തെ ഒരു രുചി. ഇതെന്തോന്നാണ്? ഫേമസ് കോഫി ആൽമണ്ട് ഫഡ്ജ്. ഇനി ഫഡ്ജിന്റെ കൺസിസ്റ്റൻസി അതാണ് ഞാൻ ചോദിച്ചത്. ഇതല്ല ഫഡ്ജിന്റെ കൺസിസ്റ്റൻസി.
കൂപ്പർ ഫ്രിഡ്ജിന്റെ കൺസിസ്റ്റൻസി ഇതാണെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ വാങ്ങിച്ചിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞു. അത് ശരിയാ. ഗൈസ് ഫ്രിഡ്ജ് വെച്ചിട്ട് നാളെ ഇത് ഒന്നും കൂടെ നമ്മൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. ഓവർ മധുരമില്ല. ഒന്നും കൂടെ ഉണ്ട്, അത് തീർന്നു. ഞാൻ ഇതിനു മുന്നേ ഫഡ്ജ് കഴിച്ചിട്ടില്ല. ഇതിനു വേണ്ടി ഇതാണോ കൺസിസ്റ്റൻസി എന്ന് പറയാൻ தெரியாது കണ്ണേ. ശരിയാണല്ലോ, ഞാൻ ഫഡ്ജും ബ്രൗണിയും തമ്മിൽ സെയിം ആകുന്ന രീതിയിലാണ് ഞാൻ അങ്ങ് പറഞ്ഞത്. ഫഡ്ജും ബ്രൗണി സെയിം അല്ലേ? ആ ഒരു പേസ്ട്രി. ഓക്കെ, നാട്ടുകാരെല്ലാരും വാങ്ങിയിട്ട് പോകുന്നത് വാൽനട്ട് ചോക്ലേറ്റ് ആണ്. ഇത് നമുക്ക് ഇന്നറിയാം. നാട്ടുകാർക്ക് ഭ്രാന്താണോ? നമുക്ക് ഭ്രാന്താണോ? എങ്ങനെയുണ്ട്? എനിക്ക് കുറച്ച് നമുക്ക് കോഫി ആൽമണ്ട് ഇഷ്ടപ്പെട്ടു. നാളെ ഒന്ന് ഫ്രിഡ്ജ് വെച്ചിട്ട് ട്രൈ ചെയ്താലോ? അതുപോലെ ട്രൈ ചെയ്യാം. അതായിരിക്കും നല്ലത്. ടേസ്റ്റ് പോലും കിട്ടുന്നല്ലോ. എനിക്ക് പനി പിടിച്ചാണോ? വെൻ കമ്പയർ ടു ഇപ്പോൾ കഴിച്ചത് വെച്ചിട്ട് എനിക്ക് കോഫി ആൽമണ്ട് ആണ് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഫുഡ് എക്സ്പ്ലോറേഷൻ ഇതോടെ കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഇനി ബാക്കി നാളെ മിസൽ പാവ്, പിന്നെ ഇവിടുത്തെ താളിപ്പീത്ത്, ഉക്കടിച്ച മോദക്, അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഇത് കുട്ടികളെ കാണിക്കരുത്, അവരിത് ഒക്കെയാണ് ഗൈസ് ആഗ്രഹം. നാളെ ഒരു ട്രക്കൊക്കെ ഉണ്ടേ. ട്രക്ക് ഉണ്ടോ? ഉണ്ടാകണം. ഇഷ്ടപ്പെട്ട് പുല്ല് ഇത് വാങ്ങണ്ടായിരുന്നു. ഓക്കെ, ബാക്കി നാളെ. രാവിലെ ഫുഡ് എക്സ്പ്ലോറേഷൻ പറഞ്ഞ് നടന്നിട്ട് ഒരു ഉണക്ക ആക്സിഡന്റ് നടന്ന് നമ്മൾ ഇത് ഫുൾ ബ്ലോക്ക്. നമുക്കല്ല, ഫുൾ ബ്ലോക്ക് ആയിരുന്നു ഗൈസ്, ഫുൾ ബ്ലോക്ക് ആയിരുന്നു. അപ്പം ഞങ്ങൾ ഒരു 4-5 സ്പോട്സ് നോക്കി വെച്ചത് നടക്കുമെന്ന് അറിയില്ല. നടക്കണമെങ്കിൽ ഇന്ദ്രിയത്ത് പറക്കുകയാണ്, നടത്തിക്കാൻ വേണ്ടി ഇന്ദ്രിയത്ത് പറക്കുകയാണ് ഗൈസ്, പറക്കുകയാണ്. പറക്കടാ. അയ്യോ, ഞാനാണല്ലേ. ഇവിടെ എവന് ചെസ്റ്റ് ഇൻഫെക്ഷൻ പോയി തീർന്നു. പാവം പനി വന്ന് അണഞ്ഞിരിക്കുകയാണ്. ഇതിനെയൊക്കെ കൊണ്ടാണ് ഞാൻ ചിക്കൻ പിസ്സല് തിന്നാൻ പോണത്. ഓക്കെ ഗൈസ്, ലെറ്റ് മീ സീ. നോക്കിയ സാധനങ്ങൾ എല്ലാ സ്പോട്ടും കവർ ചെയ്യാൻ പറ്റുമെന്നൊന്നുമില്ല, കാരണം ഞങ്ങൾക്ക് വൈകിട്ട് പൂനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. അങ്ങനെയാണ്, നോക്കട്ടെ. 3-4-5 സ്പോട്സ് നോക്കിയിട്ടുണ്ട്. പിന്നെ വേറൊന്ന് ഗൈസ്, ആക്ച്വലി ഞങ്ങൾ വിചാരിച്ചത് ഇന്ന് വിസാപൂർ ഫോർട്ട് ട്രെക്കിങ്, ഇന്നലെ ലോഹാഗഡ് ഫോർട്ട് ട്രെക്കിങ് ആയിരുന്നു. ആ വഴി പോയപ്പോൾ പിന്നെയാണ് അറിഞ്ഞത് 9 to 5 ഉള്ളൂ. നാളെ ചെന്ന് കയറി കൊടുത്ത് 5 മണിക്കാണ്. 5 മണി സൺസെറ്റ് 5 മണിക്കാണ്. 5 മണിക്ക് കയറ്റി വിട്ടില്ല. അങ്ങനെ ഞങ്ങൾ നേരെ ബാക്കി തീറ്റ പരിപാടീസ്. അപ്പോഴാണ് ഞങ്ങൾ പിന്നെ തീരുമാനിച്ചത് കംപ്ലീറ്റ് ഫുഡ് വ്ളോഗ് ആക്കാം. പിന്നെ ഈ ഒരു അവസ്ഥയിൽ വിസാപൂർ ഫോർട്ട് ഒന്നും വയ്യ. അങ്ങനെ അതേപോലെ നമ്മൾ മറാത്തി താളി, ഗുജറാത്തി താളി എന്ന് കേട്ടപ്പോൾ ഉറപ്പിച്ചു എന്ത് ഇത് മതിയെന്ന് ഫുഡ് വ്ളോഗ്. എല്ലാരും ലോണാവിലെ വരുന്നത് ട്രെക്കിങ്ങിനാണ്, പക്ഷെ ഞങ്ങൾ വന്നു ഫുഡ് വ്ളോഗ് ആക്കി. ഓക്കെ ഗൈസ്, ഇതൊക്കെയാണ് ഗൈസ് സാധനം. എന്താണെന്ന് ബിൻസി വന്നാലേ അറിയാവൂ, എനിക്കറിയാൻ പാടില്ല. താളിപ്പീട്ട്, സാബുദാന വട, ഉക്കടിച്ച മോദക്, പിന്നെ പൂരൻ കോഴി. ഇത് രണ്ടും മധുരം, ഇത് രണ്ടും അല്ലാത്തത്. കുഴപ്പമില്ല. അങ്ങനെയുണ്ട്. ഇതും തൈരും, സാബുദാന വടയും തൈരും. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടെ.
മധുരമുള്ള തരും. ഇത് മധുരം നമ്മുടെ ബോളി പോലെ അല്ലേ, അത് തന്നെ. ഇതിന് ഗണപതിയുടെ എന്തോ സാധനത്തിനെ, ഗണപതിൻ്റെ എന്തോ ഒരു ആഘോഷത്തിന് ഉണ്ടാക്കുന്ന സ്പെഷ്യലാണ് ഉക്കടീച്ച മോദക്. അത് തന്നെ ഗണേശ കുപ്പി, നമ്മുടെ അവിടുത്തെ കുഴക്കട്ട അത് തന്നെ. ഹലോ ഗൈസ്, ഇതാണ് ഗുജറാത്തി താളി. ഇവിടെ വന്നിട്ട് മറാത്തി താളിക്ക് വരും ഗുജറാത്തി താളി കഴിച്ചു. എങ്ങനെയുണ്ട് പറ? കുഴപ്പമില്ല. എന്തൊക്കെയാ ഉള്ളത് ഇതിൻ്റെ? അത് എന്താണ് എന്തോ പനീർ, ഒരു കടല് 2 കടല്, എന്തോ മധുരമുള്ള സാധനം, ഗുലാബ് ജാമുൻ. 2 ഗുജറാത്തി താളി എത്രയായിരുന്നു? 1350 രൂപ. ഷെയർ ചെയ്യാൻ സമ്മതിക്കൂല, ടേസ്റ്റ് ചെയ്യാൻ പോലും സമ്മതിക്കൂല. എന്നുവെച്ചാ അപ്പനെ വാങ്ങിക്കോണം. ഇതാണ് ഉമാൻജി മിസൽ കിംസി മോദോ സാധനം വാങ്ങിക്കാൻ പോകുന്നുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ മെക്കാനിസം? എങ്ങനെയാണ്? ആദ്യം ഇതെല്ലാം മിക്സ് ചെയ്യണം, എന്നിട്ട് ഇതൊഴിക്കണം, അതിന്റെ മണ്ടേ കൂടെ ലെമൺ. അങ്ങനെ ഞങ്ങൾ പാഴ്സൽ വാങ്ങി, മിസൽ. അപ്പൊ ഈ ഫർസാൻ എവിടെ? ഇത് ഫർസാൻ, ഇതിന് ഫർസാൻ എന്നാണ് വിളിക്കുന്നത്. അതിന്റെ മണ്ടേ കൂടെ ഉള്ളി തക്കാളി ഒഴിക്കും, എന്നിട്ട് ഇത് ഒഴിക്കാനുള്ള രസം, എന്നിട്ട് മണ്ടേ കൂടെ നാരങ്ങ തൂവുക, പാവ് മുക്കുക, തിന്നുക. റബ്ബർ ബാൻഡ് പീസ് ഇവിടെ അതൊക്കെ വാരിയടിച്ച് തിന്നേനെ ഞാൻ. ഫർസാൻ ഇട്ടു, കാണാമോ എന്തോ? ഫർസാൻ ഇട്ടു, കുറച്ച് ഉള്ളി തക്കാളി ഇട്ടിരിക്കുകയാണ്. അത്രയും മതിയായിരിക്കും അല്ലേ? ഇതാ നമ്മൾ പിന്നെ എന്തുവരുന്ന് പറയുന്ന, ഞാൻ മറന്നുപോയി. എന്തൊരു രസം പോലെ. ഓ, കൈവച്ചിളക്കി തിന്നണമല്ലേ? ഓ, പാവ് ബജി, സോറി ഗൈസ്, മറന്നു. കുറച്ച് നാരങ്ങ തൂവി കൊടുക്കണം. ആ ക്രഞ്ചിനെസ് പോയാടാ ഇതിന്റെ. അല്ല, രസത്തിന്റെ ഉപ്പ് അതൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. ഇവിടുത്തെ ആൾക്കാരുടെ ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ്. രസത്തിന്റെ രുചി അങ്ങോട്ട് കിട്ടുന്നില്ല. നേരെ ഞങ്ങൾ ആക്ച്വലി ഈ ബുവാൻജി മിസൽ പാവ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് നേരെ ഹോട്ടൽ മറാത്തി സെക്ക, അവിടെയാണെങ്കിൽ ആക്ച്വലി ചിക്കൻ മിസൽ കിട്ടും. അത് ട്രൈ ചെയ്യാന്നാണ് വിചാരിച്ചത്. പക്ഷേ വയ്യ, നമുക്ക് ടൈം റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ടൈം റെസ്ട്രിക്ഷനേക്കാളും കൂടുതൽ വയറിന് റെസ്ട്രിക്ഷൻസ്, ഒന്നും കഴിക്കാൻ വയ്യാത്ത അവസ്ഥ. വയ്യ. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, ഇന്നലെ ഞങ്ങൾ രാവിലെ കഫേ ഗുഡ് ലക്കിന്ന് ഇറാനി ചായയും പാവ് ബജ്ജി, അല്ല മട്ടൻ കീമയും എഗ് ബുർജിയും പിന്നെ അവരുടെ ബട്ടർ ബണ്ണും കഴിച്ചായിരുന്നു. അത് അടിപൊളിയായിരുന്നു. ഒന്നുകൂടെ അവിടെ വിട്ടാലെന്ന് ആലോചിക്കുന്നു അല്ലേ? അപ്പൊ ഈ ഹോട്ടൽ മറാത്തി സഡ്ക ചിക്കൻ മിസൽ ഞങ്ങൾ ജസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് അവിടെ പോവാൻ പോകണം. നമ്മളൊന്നും കഴിക്കാൻ വയ്യാന്ന് പറഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സ്ട്രോബെറി ഉണ്ട്. നമ്മളതിന് സ്ട്രോബെറി വാങ്ങിച്ചു കഴിച്ചു. സ്ട്രോബെറി ഫസ്റ്റ് ബൈറ്റ് കഴിച്ചു. കുഴപ്പമില്ല. ഇതൊന്നും ഇൻക്ലൂഡ് ചെയ്തത് ഫായി നന്നായി കിടക്കണം. കൊത്തമ്പീർ വാടി ഇവിടെ ഒരു പ്ലേറ്റ് ധോക്കിലെ വാങ്ങിയിട്ടുണ്ട്. കൊത്തമ്പീർ വാടി കഴിച്ചു നോക്കാം.
മസ്റ്റ് ട്രൈ ആണോ? അല്ല, പക്ഷെ ഇവിടത്തെ ഫേമസ് സാധനമാണ്. ഡോക്ല കഴിയും. നോക്കണല്ല, അത് ഗുജറാത്തി അല്ലേ കണ്ട. അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു പാതി തന്നാ മതിന്ന്, അവന് വയ്യ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട നാലും തിന്നുമ്പോ ഞാൻ ഒരു രോഗി എടുക്കട്ടെ ഗൈസ്. വയ്യ വയ്യ കണ്ടാ വയ്യെന്ന് പറയൂങ്കിലും അരച്ചേ കണ്ടാ വയ്യെന്ന് പറയൂലെങ്കിലും വയ്യ ഗൈസ്. ഇന്നലെ അങ്ങ് ഒറ്റ സ്ട്രെച്ചിലെ ഫുഡൊക്കെ അങ്ങ് ട്രൈ ചെയ്തു. മിസൽ പാവ് ഞാനിങ്ങനെ ഭയങ്കര കിടിലമാണെന്നാണ് വിചാരിച്ചത്, എല്ലാരും ഇങ്ങനെ പറഞ്ഞപ്പോ. കുഴപ്പമില്ല, കൊത്തമ്പീർ വാടി ഒന്നും പറയല്ല.